ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. പല ആക്സസറീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും തിരിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി ഞാനൊന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഓൾട്ടോയിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കലൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്ന ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നത്. കാരണം ഞാൻ നെറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സാധനം മേടിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി. സ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല രണ്ട് സൈഡിലും തിക്കുക, നല്ല ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു. ഒന്ന് കട്ട് ചെയ്യാം. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോർമൽ. ഇതാണ് ഐറ്റം. ഇപ്പോൾ എല്ലാവർക്കും ഒറ്റയടിക്ക് കാണുന്ന സമയത്ത് ഒരു ടെസ്റ്റർ, സാധാരണ ഒരു ടെസ്റ്റർ, പിന്നെ കുറച്ച് വയറ്, പിന്നെ എന്തോ ഒരു ഫ്യൂസ്. ഇതാണ് ഒറ്റയടിക്ക് നമുക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. എന്നാൽ ഇതൊരു സർക്യൂട്ട് ടെസ്റ്ററാണ്. ഇതിനകത്ത് വലിയ കാര്യത്തിൽ എഴുതിയിട്ടുണ്ട് 6 to 24 വോൾട്ട് വരെയാണ്. അതായത് 6 തൊട്ട് 24 വോൾട്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. നമുക്ക് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്ററാണ്. 6 തൊട്ട് 24 എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ കാറും കാര്യങ്ങളൊക്കെ വരുന്നത് 12 വോൾട്ടാണ് വരുന്നത്. 24 എന്ന് പറയുമ്പോഴത്തേക്ക് ലോറീസും പിന്നെ 2 ബാറ്ററിയൊക്കെ വെച്ച് വരുന്ന വാഹനങ്ങൾ വരുമ്പോഴാണ്. ഏതായാലും നമുക്ക് കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. ഞാനൊന്ന് തുറക്കാം. സ്റ്റാപ്ലർ പിന്നുണ്ട്, അതൊന്ന് ഊരുകയാണ്. ഓക്കെ, നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. ഒറ്റയടിക്ക് കാണുമ്പോൾ ഒരു സാധാരണ ഒരു ടെസ്റ്റർ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഒരു സാധാരണ ഒരു ടെസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള രീതി ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞ പോലെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ടെസ്റ്ററാണെന്നേ പറയത്തുള്ളൂ. എന്നാൽ ഈ ഒരു പോയിന്റ് മാത്രം നല്ല ടിപ്പാണ് വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കാറ് നല്ല പോയിൻറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, നമുക്ക് ഫ്യൂസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഫ്യൂസ് പോയതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ഓരോ ഫ്യൂസ് എടുത്ത് നോക്കുന്നതിന് പകരം ബോഡിയിലോട്ട് കണക്ട് ചെയ്യുക. കാരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഫ്യൂസിൽ പോസിറ്റീവാണ് ഫ്യൂസിൽ വരുന്നത്. ഫ്യൂസിൽ കറണ്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഇത് ബോഡിയിൽ എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ ഒരു എന്നാ പറയുന്നത്, ഒരു ബോൾ പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാ പറയുന്നത്, ഒരു സ്ഥലത്തോട്ട് നമുക്ക് കയറ്റി ഇടാൻ പറ്റുന്ന രീതിക്കാണ് കിടക്കുന്നത്. ഇവിടെയും ഒരു ഹോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ഹോളിലോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഈ വയറുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയി. ഇതിനകത്തൊരു ബൾബ് വരുന്നുണ്ട്. അതായത് ഒരു LED ബൾബാണ് വരുന്നത്. അത് 24 വോൾട്ട് വരെ അക്സെപ്റ്റ് ചെയ്യും. ഇതുപോലത്തെ ഒരു ബൾബ് വരുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഈ ഒരു ബൾബ് ഇതിനകത്ത് വരും. ഇത് സ്പെയർ ആണ്. എങ്ങനെ ഇതിനകത്തുള്ള ബൾബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗം കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. എൻ്റെ ഈ ഇരിക്കുന്ന ഒരു DC ഔട്ട്പുട്ടാണ്. അതായത് ഇതിനകത്തുനിന്ന് വരുന്നത് 12 വോൾട്ട് 10 ആംപിയർ ആണ് വരുന്നത്. അപ്പോൾ ഈ 12 വോൾട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ഈ ബ്ലാക്ക് എന്നല്ല ഞാൻ പറയുന്നില്ല, ഒരു പോയിന്റ് ഞാൻ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുന്നു, ഒരു പോയിന്റ് ഞാൻ പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്യുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കും ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺഫേം ആക്കാം, ഇത് പോസിറ്റീവ് സൈഡിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തത്. കണ്ടോ, ഇനി അഥവാ നമുക്ക് തിരിഞ്ഞു പോയാൽ, അതായത് നെഗറ്റീവും പോസിറ്റീവും നമുക്ക് തിരിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് കളർ കണ്ടോ, എല്ലാവർക്കും കാണാൻ സാധിക്കും. ചെറിയൊരു ഓറഞ്ച് ലൈറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പം കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് സൈഡിലാണ്. ഈ പ്രോബ്, അതായത് ഈ പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവിലാണെന്നാണ് നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പോസിറ്റീവിലോട്ട് ഈ പ്രോബ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അത് നെഗറ്റീവിൽ നിന്ന് എടുത്ത് പോസിറ്റീവിലോട്ട് ഇത് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവരും കാണാം ബ്ലൂ ലൈറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്കിനി ഒരു കാറിലും കൂടെ ഒന്ന് ചെന്ന് നോക്കിയിട്ട് ഇതൊന്ന് ബോഡിയെ കണക്ട് ചെയ്തിട്ട് ഫ്യൂസും കൂടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് മനസ്സിലാവും. കാരണം അത്യാവശ്യം ഓട്ടോമൊബൈൽ ഫീൽഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് മേടിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിൻ്റെ പ്രൈസും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. 395 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ലിങ്കും കൂടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തോളൂ. അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ സാധിക്കും. നമുക്കിനി കാറിലൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിന്നിപ്പം ഒരു ഓൾട്ടോയിലാണ് ഞാനിതിപ്പോൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടൂൾ നമ്മളിപ്പോൾ എടുത്തായിരുന്നു, ഞാനിപ്പോൾ കാണിച്ച ടൂൾ എടുത്തായിരുന്നു. ഇനിയിപ്പോൾ ഇത് ബാറ്ററിയിലോട്ട് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിതിപ്പോൾ പോസിറ്റീവിലോട്ടും വെച്ചു, ഈ ഒരു പ്രോബ് നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ഓറഞ്ചാണ് കാണിക്കുന്നത്. അതായത് ഈ പ്രോബ് പ്രസ് ചെയ്യുന്ന നെഗറ്റീവിലാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഇനി അത് ഞാനൊന്ന് മാറ്റി ഇത് പോസിറ്റീവിലും ഇത് നെഗറ്റീവിലും ഞാൻ കൊടുത്തപ്പോൾ ദേ ബ്ലൂ ലൈറ്റ്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഞാൻ പറയുന്ന പോലെ നമുക്ക് ഇതിനകത്തുള്ള ഫ്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ഊരിയെടുത്തു, എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി ഇത് ഞാൻ നെഗറ്റീവിലോട്ടൊന്ന് കൊടുക്കുകയാണ്. ഈ ഒരു പ്രോബ് ഇത് പോസിറ്റീവാണ്. അപ്പം നമുക്ക് ഓരോ പ്രോബിലും നമുക്കൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. കണ്ടോ, ഇവിടെ കറണ്ട് വരുന്നുണ്ട്.
ഇപ്പുറത്തും വരുന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസിന് കംപ്ലയിൻ്റ് ഇല്ല. ഇങ്ങനെ നമുക്ക് ഓരോ ഫ്യൂസും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് പണി ഒരുപാട് എളുപ്പമുണ്ട്. ഓരോ ഫ്യൂസായിട്ട് അഴിച്ച് നോക്കുന്നതിന് പകരം ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ഏതെങ്കിലും വയർ ലൈറ്റ്, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തു, ആ ലൈറ്റിൻ്റെ അവിടെ പോസിറ്റീവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണമെങ്കിൽ ഇത് ബോഡിയിലോട്ട് കണക്ട് ചെയ്ത് ആ ലൈനിലോട്ട് ഇതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. പല ആക്സസറീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ സ്വന്തമായിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു ടൂളാണ്.